ഇളമ്പ ഗവൺമെന്റ് LPSൽ സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് നോമ്പുതുറ സംഘടിപ്പിച്ചു. നോമ്പുതുറയോടനുബന്ധിച്ച് നടന്ന മൈലാഞ്ചി ഫെസ്റ്റിൽ കുട്ടികളും രക്ഷിതാക്കളും സജീവമായി പങ്കെടുത്തു. തിരുവനന്തപുരം DPC ഡോക്ടർ നജീബ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. മൈലാഞ്ചി ഫെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നു. വൈകുന്നേരം 6:30 മണിക്ക് നോമ്പുതുറ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒരു സ്കൂളിൽ മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായി നമ്മുടെ കുട്ടികളെയും രക്ഷിതാക്കളെയും എല്ലാവരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു നോമ്പുതുറ സംഘടിപ്പിച്ചതിന്റെ ഒരു വാർത്ത കഴിഞ്ഞ വർഷം ഞാൻ കണ്ടിരുന്നു. അത് നമ്മുടെ ഈ അടുത്തിരിക്കുന്ന ഈ ടീച്ചറുടെ ഷഫീല ടീച്ചറുടെ സ്കൂളിൽ, കടുക്കാക്കുന്ന് സ്കൂളിൽ സംഘടിപ്പിച്ചൊരു നോമ്പുതുറയാണ്. അവിടുത്തെ പൊതുസമൂഹം മുഴുവൻ അവിടെ അണിചേരുകയും ആളുകൾ ഓരോ വിഭവങ്ങളായി അവിടെ കൊണ്ടുകൊടുക്കുകയും മതസൗഹാർദ്ദത്തിന്റെ ഒരു അടയാളപ്പെടുത്തൽ എന്ന വണ്ണം എല്ലാവരെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ആ കടുക്കാക്കുന്ന് സ്കൂളിൽ ഒരു നോമ്പുതുറ സംഘടിപ്പിച്ചത് വലിയ ചർച്ചയായിരുന്നു. ഇന്നിവിടെ ഈ ഇളമ്പ സ്കൂളിലും അതുപോലെ നമ്മൾ എല്ലാവരും കൂടി ചേർന്നിരുന്നു കൊണ്ട് നോമ്പുതുറ സംഘടിപ്പിക്കുകയാണ്. ഞാൻ ഒരു മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ട് ഇന്ന് 27-ാം രാവാണ്. ഇന്ന് 27 നോമ്പായി. യഥാർത്ഥത്തിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോയി നോമ്പ് മുറിക്കുന്നതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ ഇവിടെ നോമ്പ് തുറക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും വലിയ സന്തോഷമായി കരുതുകയാണ്. കേരളത്തിലെ പ്രശസ്തരായ പിന്നണി ഗായകരായ ലൗലി ജനാർദ്ദനനും വിഭു വെഞ്ഞാറമൂടും റമദാൻ ഗീതങ്ങൾ ആലപിച്ചു. തിരുനബിയുടെ ചെയ്ത സാരോപദേശങ്ങൾ അരുളട്ടിക പരാനുഗ്രഹങ്ങൾ. തിരുനബിയുടെ ചെയ്ത സാരോപദേശങ്ങൾ അരുളട്ടിക പരാനുഗ്രഹങ്ങൾ. എന്നെ പുണരുന്ന പൂന്തീനാവേ, പുണ്യറസൂലിൻ തിരുമൊഴിയേ, അല്ലാഹുവേ നിന്നരുളുന്നു മാത്രം, തള്ളല്ലേ നീ എന്നെ തമ്പുരാനേ. നിത്യവും ഓരോരോ ദുഃഖഫലങ്ങളാ കാഫപർവ്വതം. സ്കൂളിലെ പ്രധാന അധ്യാപിക ബിന്ദു VR അവതരിപ്പിച്ച ഗുൽമക്കായ എന്ന കഥാപ്രസംഗം അങ്ങേയറ്റം ശ്രദ്ധേയവും ആനുകാലികവുമായിരുന്നു. പ്രിയ കലാസ്നേഹികളെ, ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ ജേതാവായ മലാല യൂസഫ്സായിയുടെ ജീവിതകഥയാണ് ഞാനിന്നിവിടെ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. കഥയുടെ പേര് ഗുൽമക്കായ അഥവാ ചോളപ്പൂവ്. വർഷം 2014 ഒക്ടോബർ 10 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. പുരസ്കാരം പ്രഖ്യാപിച്ച് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വാർത്താ ചാനലുകളിലൂടെ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടു. പുരസ്കാര ജേതാക്കളിൽ ഒരാളായ മലാല യൂസഫ്സായിയുടെ പ്രതികരണം ഇനിയും ലഭ്യമായിട്ടില്ല. മലാല ക്ലാസ് മുറിയിലാണ്. ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ ജേതാവ്. ഞാൻ നിങ്ങളെ കുറച്ചു നേരം പാകിസ്ഥാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പാകിസ്ഥാൻ നമുക്കറിയാം, നമ്മുടെ അയൽ രാജ്യം. വിഭജനത്തിന്റെ മുറിവുകൾ ഉണങ്ങാത്ത പാകിസ്ഥാനികൾ, അവർ നമ്മുടെ സഹോദരങ്ങളാണ്. നോക്കൂ, നിറയെ ഗോതമ്പ് പാടങ്ങളും ചോളപ്പൂക്കളും സമൃദ്ധമായി വളർന്നു നിൽക്കുന്ന, സ്വർഗം പോലെ സൗന്ദര്യം കവിഞ്ഞൊഴുകുന്ന ഒരു താഴ്വര കണ്ടില്ലേ? കതിർവന്നൊരു ചോളപ്പൂച്ചെടി കുലകുത്തി താഴുകിടപ്പൂ, കുളിരാർന്നൊരു കാറ്റിൽ ഗുൽമക്കായിൻ മണമുതിരുന്നേ. കതിർവന്നൊരു ചോളപ്പൂച്ചെടി കുലകുത്തി താഴുകിടപ്പൂ, കുളിരാർന്നൊരു കാറ്റിൽ ഗുൽമക്കായിൻ മണമുതിരുന്നു. കണ്ണുകൾ അതിവേഗം ഉമ്മ കൊടുത്ത കതിർവന്നിൽ
നോമ്പുതുറയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വിദ്യാഭ്യാസ ഓഫീസർമാരും മാധ്യമപ്രവർത്തകരും പങ്കെടുത്തു. 1000 കാതമകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൽ പുണ്യഗേഹം. HP ന്യൂസ് 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി ലോകോത്തര നിലവാരമുള്ള ഒരു നീന്തൽ പരിശീലന കേന്ദ്രം ബ്ലൂ വേവ്സ് സ്വിമ്മിംഗ് പൂൾ. വിദഗ്ധരായ പരിശീലകരുടെ നേതൃത്വത്തിൽ സ്വിമ്മിംഗ്, യോഗ, സൂംബ, എയറോബിക്സ്, ഡാൻസ് പരിശീലന കേന്ദ്രം. കൂടാതെ 200ഓളം പേർക്ക് ഒത്തുചേരാൻ കഴിയുന്ന മിനി AC കോൺഫറൻസ് ഹാളും ഇവിടെ സജ്ജമാണ്. ബ്ലൂ വേവ്സ് സ്വിമ്മിംഗ് പൂൾ, PWD റെസ്റ്റ് ഹൗസ് റോഡ്, TB ജംഗ്ഷൻ, ആറ്റിങ്ങൽ.